ഒരാടില് 2 പേർക്ക് പങ്കുചേരാൻ പറ്റുമോ? ഒരാട് ഇവിടെ 3 വർഗം മൃഗം പറഞ്ഞു. ആട് അല്ലെങ്കിൽ മാട്, ഒട്ടകം. അതിൽ മാട് വർഗവും ഒട്ടക വർഗവുമാണെങ്കിൽ മാക്സിമം 7 ആളുകൾക്ക് വരെ എന്ത് ചെയ്യാം, ഒരു മൃഗത്തിൽ കൂറാവും. ആട് ഒരാൾക്ക് മാത്രമേ ഒരാട് എന്ത് ചെയ്യുള്ളൂ പറ്റൂ. അതിൽ ഒന്നിലധികം ആളുകൾക്ക് ഒരാട് പറ്റുന്നതല്ല. കാരണം ആട് ചെറിയ മൃഗത്തിൽപ്പെട്ടതാണ്, ബാക്കിയുള്ള രണ്ടും വലിയ മൃഗമെന്ന് പറയും. അപ്പോൾ മിനിമം വലിയ മൃഗത്തിൽ കൂടുകയാണെങ്കിൽ 7-1 മിനിമം. ചെറിയ മൃഗമാകുന്ന ആടാണ് എങ്കിൽ ഒരാൾക്ക് ഒരാട് തന്നെ വേണം. മാത്രമല്ല ഒരാൾ തന്നെ 2 കാര്യത്തിന് ഒരാട് ഉപയോഗിക്കാൻ പറ്റില്ല. 7 പേർ ചേർന്ന് ഉദുഹിയത്ത് നടത്താൽ അതിൻ്റെ മാംസം എല്ലാവർക്കും സ്വതക്ക ചെയ്യൽ ബാധകമാണോ? 7 പേർ ചേർന്ന് ഞാൻ പറഞ്ഞു ഒരു മാടിൽ ഏറി മാക്സിമം 7 ആളുകൾക്ക് വരെ കൂടാറുക. 7 താഴെ 5, 6 അല്ലെങ്കിൽ 4, 3 ഇങ്ങനെയൊക്കെ ആവും. 2 ആൾ കൂടി ഒരു മാടിനെ വാങ്ങി, 4 ആൾ വാങ്ങി, അല്ലെങ്കിൽ 7 ആൾ വാങ്ങി. എത്ര ആളാണോ ആ മൃഗത്തിൽ കൂടിയിരിക്കുന്നത്, മാക്സിമം 7 ആണല്ലോ, അങ്ങനെ അറിവ് നടത്തി കഴിഞ്ഞാൽ ഓരോ ആളുകളുടെ 7-1 ഓരോ ഉലീഹത്താണ്. അപ്പം അവൻ അറുത്ത ഉലീഹത്തിൽ നിന്ന് ഒരു ഓഹരി അവൻ ധർമ്മം ചെയ്യണം. അപ്പോൾ 7 ആൾ കൂടി ഒരു മൃഗത്തെ അറിവ് നടത്തുകയാണെങ്കിൽ 7 ഓഹരി എന്ത് ചെയ്യണം, ധർമ്മം ചെയ്യണം. ഓരോരുത്തരുടേതും ഓരോ ഓഹരി, ഓരോ കീസ് ഒരു ഫക്കീറിന് ധർമ്മം ചെയ്യണം. ഒട്ടാകെ ഒരു ഓഹരി ധർമ്മം ചെയ്താൽ, ഒരു ഓഹരി പറഞ്ഞാൽ ഒരു കീസ് ധർമ്മം ചെയ്താൽ പോരാ. അത് ഓരോ 7 ആളുകളുടേതും വെവ്വേറെ ഓഹരി ചെയ്തതിന് ശേഷം ആ ഓഹരിയിൽ നിന്ന് തന്നെ എടുത്തു കൊടുക്കണം എന്നില്ല. മറിച്ച് അറിവ് നടത്തിയതിന് ശേഷം ഒരു 7 കീസ് എടുത്തിട്ട് ഫക്കീർമാർക്ക് കൊടുത്തു, ബാക്കിയുള്ളത് അവർ ഓഹരി വെച്ചെടുത്തു, വിരോധമില്ല. ഈ 7 പേർ ഒരുമിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുണ്ടെങ്കിൽ, ഈ 7 പേര് ഒരു മൃഗത്തിൽ കൂടി, പിന്നെ 7 പേർ വേറെ മൃഗത്തിൽ കൂടി, ഇങ്ങനെ കൂട്ട അറിവുകൾ ഈ കാലഘട്ടത്തിൽ നമ്മുടെ മഹല്ലുകളിലും അതുപോലെ സംഘടനയുടെ നേതൃത്വത്തിലൊക്കെ നടക്കാറുണ്ട്. ആ കാര്യം നടത്തുന്നവർ കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന കുറേ കാര്യങ്ങൾ കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന് കൂടുമ്പോൾ ഒരു 14 ആളുകൾ കൂടി 2 പോത്ത് വാങ്ങി അറിവ് നടത്തുകയാണ് എന്ന് സങ്കല്പിക്കുക. 14 ആളും 10,000 വീതം എടുത്തു 1,40,000-ന്. ആ 1,40,000 14 ആളും കൂടി കൊണ്ടുപോയി 2 പോത്ത് മാർക്കറ്റിൽ നിന്ന്, എന്നിട്ട് ആ 2 പോത്തിനെ അങ്ങ് അറിവ് നടത്തിയാൽ ഇവിടെ ഉലിയത്ത് ശരിയാവുന്നതല്ല. കാരണം ഈ 14 ആളുകളുടേത് കൂടിയാണ് ഓരോ പോത്തും. അപ്പോൾ ഒരു പോത്തിൽ ഒരാൾക്കുള്ളത് 14-1, 7-1 മിനിമം 7-1 വേണം ഒരു മൃഗത്തിൽ. 2 പോത്ത് വാങ്ങിയാൽ ഒരു പോത്തിൽ 14-1, മറ്റൊരു പോത്തിൽ 14-1 ആകുമ്പോൾ 7-1 ആയല്ലോ. അങ്ങനെ പോരാ, ഒരു മൃഗത്തിൽ 7-1 വേണം. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം അവിടെ? ഇത് 2 മൃഗം ഞാൻ ഉദാഹരണം പറഞ്ഞതാണ്. കൂട്ട അറിവ് നടത്തുന്ന മഹല്ലുകളിലൊക്കെ ചിലപ്പോൾ 10 പോത്ത് 20 പോത്തൊക്കെ വാങ്ങിക്കൊണ്ടുവരും ഇങ്ങനെ കാശ് പിരിച്ചിട്ട്. അവരൊക്കെ ശ്രദ്ധിക്കേണ്ടത് അങ്ങനെ കാശ് എല്ലാവരോടും അതുപോലെ പിരിപ്പിച്ച് മാർക്കറ്റിൽ പോയിട്ട് ഒന്നിലധികം മൃഗങ്ങളെ വാങ്ങിക്കൊണ്ടുവരുന്നു, അവിടെ ഒന്നും വിഷയമില്ല. വാങ്ങിക്കൊണ്ടുവന്നതിന് ശേഷം ഇതിൽ 7 ആളുകളെ ടീം ആക്കിയതിന് ശേഷം ഇന്ന 7 ആളുകൾക്ക് ഇന്ന മൃഗം, ഇന്ന 7 ആളുകൾക്ക്, അങ്ങനെ 7 ഗ്രൂപ്പായിട്ട് തിരിക്കുക. 7 ആളുകളുടെ ഗ്രൂപ്പായിട്ട് തിരിക്കുക. എന്നിട്ട് ഈ 7 ആളുകളുള്ള ഗ്രൂപ്പിന് ഇന്ന മൃഗം, ഈ ഗ്രൂപ്പിന് ഇന്ന മൃഗം, ഈ ഗ്രൂപ്പിന് ഇന്ന മൃഗം എന്ന് അറിവ് നടത്തുന്നതിൻ്റെ മുന്നേ നിജപ്പെടുത്തി നിർണയപ്പെടുത്തിയിട്ട് വേണം അറിവ് നടത്താൻ. അല്ലാതിരുന്നാൽ മൊത്തം 10 മൃഗമാണ് വാങ്ങിയത്, 100 ആളുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ 70 ആളുണ്ട് എങ്കിൽ ഈ 70 ആളുകളും 10 മൃഗത്തിലും പങ്കാളിയാവും. അങ്ങനെ ഓരോ മൃഗത്തിലും 70-1 എന്ത് ചെയ്യുക, ഉണ്ടാവുക. അത് ഉലിയത്തായിട്ട് എന്ത് ചെയ്യില്ല, പോടൂല. അപ്പോൾ അറിവ് നടത്തുന്നതിൻ്റെ മുമ്പ് കൂട്ടറിവ് നടത്തുന്ന ആദ്യമായി ശ്രദ്ധിക്കേണ്ടത് ഓരോ 7 ടീമായിട്ട് മാറ്റിയതിന് ശേഷം ആ 7 പേർക്കുള്ള മാട് ഇന്നത്, 7 പേർക്കുള്ളത് ഇന്നത് എന്ന് പറഞ്ഞ് വേർതിരിക്കണം. വേർതിരിച്ചതിന് ശേഷം ഓരോരുത്തരും നിയ്യത്ത് എന്ത് ചെയ്യണം. ഈ 7ൽപ്പെട്ട ഓരോരുത്തരും, അല്ലെങ്കിൽ അവരിൽപ്പെട്ട ഒരാളെ ബാക്കി 6 പേരെന്ത് ചെയ്യുക, വക്കാലത്താക്കുക, നിയ്യത്ത് വെക്കാനും അറിവ് നടത്താനും നിർവഹിക്കാനൊക്കെ വക്കാലത്താക്കുക. ആ രൂപത്തിൽ വേണം കൂട്ടമായിട്ട് അറിവ് നടത്തുമ്പോൾ. അങ്ങനെ അറിവ് നടത്തുമ്പോൾ ഒന്നുകൂടി പറയാം, എല്ലാവരും സുന്നത്തായ ഉലിഹത്താണ് അറിവ് നടത്തുന്നത്. അപ്പോൾ ഒരാളുടെ മൃഗം അറിവ് നടത്തി, ഒരു ടീമിൻ്റെ, 2ാം ഗ്രൂപ്പിൻ്റെതും അറിവ് നടത്തി. ഈ 7 ആളുകളുടെ സുന്നത്തായ ഉലിഹത്തിൽ നിന്ന് ഒരു ഫക്കീറിന് ഒരാളുടെ ഓഹരിയിൽ നിന്ന് ഒരു കീസ് കൊടുക്കൽ നിർബന്ധമാണ്. ബാക്കിയുള്ളത് സുന്നത്തായിട്ട് സദക്ക ചെയ്യാം. പക്ഷേ ഒരു ദരിദ്രന് തരക്കേടില്ലാത്ത അല്പം മാംസം
ധർമ്മം ചെയ്യൽ വാജിബാണ് സുന്നത്തായ ഉലൂഹിയത്തിൽ. അപ്പോൾ 7 പേര് കൂടി ഒരു മൃഗത്തിന് അറിവ് നടത്തിയാൽ ഈ 7 ആളുകൾ അവനവൻ്റെ 7 കേസ് ഓരോരുത്തരുടേതായിട്ട് ഒരു ദരിദ്രന് വാജിബാണ് ധർമ്മം ചെയ്യൽ. അപ്പോൾ അത് അവർ വേറെ എടുത്ത് വെച്ചിട്ട് ബാക്കിയുള്ള മാംസം സുന്നത്ത് കൂമ്പാരത്തിലേക്ക് ഇടുക. അടുത്ത 7 ടീം ഉണ്ടാവും. ഇത് പള്ളിയിൽ അങ്ങനെ നടത്തുമ്പോൾ അടുത്ത 7 ടീം അവരുടെ ഒരു അറിവ് നടത്തിയതിനു ശേഷം 7 കീസ് അതിൽ നിന്ന് എടുത്തിട്ട് സുന്നത്ത് കൂമ്പാരത്തിലേക്ക് കൊണ്ടുപോയിടുക. മൂന്നാമത്തെ ടീമിൻ്റെ അറിവ് നടത്തി അവരുടെ 7 ദരിദ്രർക്ക് കൊടുക്കാനുള്ള 7 എടുത്തിട്ട് സുന്നത്ത് കൂമ്പാരത്തിൽ. എന്നിട്ട് ഈ സുന്നത്തായത് എന്ത് ചെയ്യാം, ഇവർക്ക് ആവശ്യമുള്ളത് അതിൽ നിന്ന് എടുക്കുക, ബാക്കിയുള്ളത് ധർമ്മം ചെയ്യുകയും ചെയ്യാം. എന്നാൽ വാജിബായ ധർമ്മം ഇവിടെ കൊടുത്തു എന്നുള്ളത് ഉറപ്പിക്കാൻ കഴിയും. അങ്ങനെ അല്ലാതെ ഓരോരുത്തരുടെ ഉരുവിനെയും അറിവ് നടത്തി മുഴുവനും തോല് പൊളിച്ച് മാംസമാക്കിയിട്ട് കൂമ്പാരത്തിൽ കൊണ്ടുപോയിട്ട് രണ്ടാം ടീമിൻ്റെതും കൂമ്പാരത്തിൽ കൊണ്ടുപോയിട്ട് എന്നിട്ട് ആ കൂമ്പാരത്തിൽ നിന്ന് ധർമ്മം സാധുക്കൾക്ക് ഓരോന്ന് കൊടുക്കണം. അപ്പോൾ 14 ആളെ 14 കീസ് അതിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പം എൻ്റെ മൃഗത്തിൽ നിന്ന് തന്നെയാണോ എൻ്റെ ഓഹരി എടുത്തത് എന്നുള്ളത് ഉറപ്പില്ല. ഇയാളുടെ രണ്ടാം ടീമിൻ്റെ മൃഗത്തിൽ നിന്ന് തന്നെ മാംസത്തിൽ തന്നെയാണോ അവരുടേത് എടുത്തതെന്ന് ഉറപ്പില്ല. ആ ഉറപ്പില്ലാത്തത് കൊണ്ട് എന്തു ചെയ്യണം, ഇങ്ങനെ അവനവൻ്റേത് അറിവ് നടത്തി മാംസം ഒരുമിച്ച് കൂട്ടുന്നതിൻ്റെ മുമ്പ് നിർബന്ധമായ ഓഹരി കൊടുക്കുകയാണ് വേണ്ടത്. ഒന്ന് അതിനേക്കാൾ ഒന്നുകൂടി നല്ലത് അറിവ് നടത്തിയ ആൾക്ക് അല്പം മാംസം അവനവൻ്റെ ഉലിയത്തിൽ നിന്ന് കൈക്കൽ സുന്നത്തുണ്ട്. അപ്പോൾ ഈ നിർബന്ധമായ ഓരോ കീസ് എടുത്ത് വെച്ചതിന് ശേഷം സുന്നത്ത് കൂമ്പാരത്തിൽ ഇട്ട് എന്നിട്ട് അതിൽ നിന്ന് എടുക്കുമ്പം എല്ലാവരുടേതും എടുക്കുമ്പോൾ ഇത് എൻ്റെ മൃഗത്തിൽ നിന്ന് തന്നെയാണോ എനിക്ക് കിട്ടിയത് എന്നുറപ്പില്ല. അപ്പോൾ അതുകൊണ്ട് അവനവന് കഴിക്കാനുള്ള സുന്നത്തായൊരു കീസും അതിൽ നിന്ന് എന്ത് ചെയ്യുക, എടുക്കുക. അപ്പോൾ ഓരോ 7 ആൾ വീതമുള്ള ഗ്രൂപ്പിൻ്റെ ഉരുവിനെ അറിവ് നടത്തിയാൽ അതിൽ നിന്ന് ഫക്കീറിന് കൊടുക്കാനുള്ള ഒരു കേസും സ്വന്തത്തിനുള്ളൊരു കേസും അങ്ങനെ 7 ആൾ കൊടുക്കുമ്പോൾ 14 കേസ് അതിൽ നിന്ന് ബാക്കിയുള്ളത് സുന്നത്ത് കൂമ്പാരത്തിലിട്ടാൽ ഏറ്റവും നല്ലത് അങ്ങനെയാണ്. കാരണം സ്വന്തം ഉലൂഹിയത്തിൽ നിന്ന് അല്പം മാംസം കഴിക്കൽ വലിയ ബർക്കത്തും സുന്നത്തുമുള്ള കാര്യമാണ്. അത് നഷ്ടപ്പെടാതിരിക്കാൻ ഈ ഒരു ശൈലി സ്വീകരിക്കുന്നത് നല്ലതാണ്. ഒന്ന്. എന്നിട്ട് ബാക്കിയുള്ളത് എന്ത് ചെയ്യാം, ധർമ്മം ചെയ്യാം. അതിൽ ഫക്കീറുമാർക്കും കൊടുക്കാം, കഴിവുള്ളവർക്കും കൊടുക്കാം, അതുപോലെ തങ്ങന്മാർക്കും കൊടുക്കാം. സുന്നത്തായ വിഹിതമാണ് ആ കൊടുക്കുന്നത്. ഒരു രൂപം അങ്ങനെയാണ്. രണ്ടാമത്തത് ശ്രദ്ധിക്കേണ്ടത്, ചില ആളുകൾ 7-1 നേർച്ചയാക്കിയതോ വാജിബായതോ ഉണ്ടാകാം, ബാക്കിയുള്ളവരിത് സുന്നത്താവാം. അങ്ങനെ കൂടുന്നതിന് വിരോധമില്ല. ഒരു മൃഗത്തെ അറിവ് നടത്തുമ്പം 2 പേര് ഓല് നേർച്ചയാക്കിയതാണ് കൂടിയത്, ബാക്കിയുള്ള 5 പേര് കൂടിയത് സുന്നത്തുമാണ്. അതിനെയാണ് അറിവ് നടത്തിയത് എങ്കിൽ ഈ നേർച്ചയാക്കിയ 2 പേരുടേത് ഈ മൃഗത്തെ അറിവ് നടത്തിയതിനു ശേഷം 7 ഓഹരിയാക്കണം മൊത്തം മാംസം. എന്നിട്ട് 2 ഓഹരി വാജിബിൻ്റെ ഓഹരിയാണ്. അത് വാജിബിൻ്റെ കൂമ്പാരത്തിലേക്ക് ഇടണം, ബാക്കിയുള്ളത് സുന്നത്തിൻ്റെ. അപ്പോൾ പള്ളിയിൽ വെച്ചോ സംഘടനയുടെ നേതൃത്വത്തിലോ ഒരു 10 ഉരുവിന് അറിവ് നടത്തുന്നുണ്ട് എന്ന് സങ്കല്പിക്കുക. അതിൽ 2 ഉരു വാജിബാണ്, അല്ലെങ്കിൽ 3-4 ഉരുവിൽ ഓരോ ഓഹരി വാജിബുള്ളതുണ്ട്. അങ്ങനെ ഉണ്ടാകാലോ. അങ്ങനെ ഉണ്ട് എങ്കിൽ ആ വാജിബിൻ്റെ ഓഹരി വേറെ കൂമ്പാരവും സുന്നത്തിൻ്റെ ഓഹരി വേറെ കൂമ്പാരവും വെച്ച് അങ്ങനെ എന്ത് ചെയ്യണം, ധർമ്മം ചെയ്യേണ്ടതാണ്. അതാണ് രണ്ടാമത് ശ്രദ്ധിക്കേണ്ടത്. മൂന്നാമതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടുന്ന മറ്റൊരു വിഷയം കൂടിയുണ്ട്. ഈ വാജിബായ ഉലൂഹിയത്താണ് അറിവ് നടത്തിയത് എങ്കിൽ അത് ദരിദ്രർക്ക് മാത്രമേ കൊടുക്കാൻ പാടുള്ളൂ, സംഘന്മാർക്ക് കൊടുക്കാൻ പാടില്ല, അതുപോലെ സമ്പന്നർക്കും കൊടുക്കാൻ പാടില്ല. അപ്പം അങ്ങനെ വാജിബായ ഉലൂഹിയത്ത് ഈ കൂട്ടറിവിൽ ഉണ്ട് എങ്കിൽ അതിൻ്റെ വേറെ തന്നെ വെച്ച് അത് മുഴുവനായിട്ട് ആർക്ക് കൊടുക്കണം, ദരിദ്രർക്ക് കൊടുക്കണം. അതിൽ സമ്പന്നന്മാർക്കോ മറ്റോ. അതുകൊണ്ടാണ് അത് സുന്നത്ത് കൂമ്പാരത്തിലിടാൻ പാടില്ല എന്ന് പറയും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉലൂഹിയത്ത് കൂട്ടമായിട്ട് അറിവ് നടത്തുന്നവർ ശ്രദ്ധിക്കേണ്ടതാണ്.